ജില്ലയിലെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹാരം കാണുമെന്ന് മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും ക്ഷേമം സംബന്ധിച്ച നിയമസഭാ സമിതി. മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും ക്ഷേമം സംബന്ധിച്ച് ആലപ്പുഴ കളക്ടറേറ്റിൽ നടത്തിയ നിയമസഭാ സമിതി സിറ്റിംഗിലാണ് ഇക്കാര്യം അറിയിച്ചത്. തീരദേശ ഹൈവേ സ്ഥലമെടുപ്പിൽ മത്സ്യമേഖലയുടെ പിന്നോക്കാവസ്ഥ പരിഗണിച്ച് പ്രത്യേക പരിഗണന നൽകുമെന്നും വേമ്പനാട്ട് കായൽ പാക്കേജ് നടപ്പാക്കുമെന്നും സമിതി ചെയർമാൻ കൂടിയായ പി ചിത്തരഞ്ജൻ MLA, സമിതി അംഗമായ NK അക്ബർ എന്നിവർ പറഞ്ഞു. തീരദേശ ഹൈവേ സ്ഥലമെടുപ്പിൽ മത്സ്യമേഖലയുടെ പിന്നോക്കാവസ്ഥ പരിഗണിച്ച് പ്രത്യേക പരിഗണന നൽകുമെന്നും വേമ്പനാട് കായൽ പാക്കേജ് നടപ്പാക്കുമെന്നും നിയമസഭാ സമിതി അറിയിച്ചു. ആലപ്പുഴ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും ക്ഷേമം സംബന്ധിച്ച നിയമസഭാ സമിതി സിറ്റിംഗിൽ സംസാരിക്കുകയായിരുന്നു സമിതി ചെയർമാൻ കൂടിയായ പി ചിത്തരഞ്ജൻ MLA. ഇവിടെ ഏറ്റവും പ്രധാനമായി ഉയർന്നു വന്നിട്ടുള്ളത് വേമ്പനാട് കായലിൻ്റെ പുനർജീവനം, ആ വേമ്പനാട് കായലിൻ്റെ മലിനീകരണത്തിന് പരിഹാരമുണ്ടാക്കുക, അതോടൊപ്പം തന്നെ വേമ്പനാട് കായലിൽ മത്സ്യബന്ധനം നടത്തുന്ന മത്സ്യത്തൊഴിലാളികൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ പോളപ്പായലിൻ്റെ വരവോടുകൂടി മത്സ്യബന്ധനം തന്നെ അസാധ്യമായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ തീരപ്രദേശത്ത് താമസിക്കുന്ന കുടുംബങ്ങൾ വേലിയേറ്റത്തിൻ്റെ സന്ദർഭത്തിൽ കായൽ വെള്ളം കയറി താമസിക്കുവാൻ പോലും കഴിയാത്ത സാഹചര്യങ്ങൾ ഞങ്ങളെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിൽ ഈ സമിതി സന്ദർശനം നടത്തുമ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം തോന്നുന്നൊരു കാര്യം, ഈ കാര്യം ജില്ലാ ഭരണകൂടം വളരെ കൃത്യതയോടുകൂടി അഡ്രസ്സ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആലപ്പുഴ ജില്ലാ കളക്ടറിൻ്റെ നേതൃത്വത്തിൽ ഒരു സമിതിക്ക് രൂപം കൊടുത്തു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ മാലിന്യങ്ങൾ കായലിൽ നിന്നും പരമാവധി ഒഴിവാക്കിക്കാൻ കഴിയുന്നതിൽ, പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ജനകീയ പരിപാടിയടക്കം സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഈ ആലപ്പുഴ ജില്ലയുടെ വേമ്പനാട് കായലിൻ്റെ പരിസരത്തായി ഏതാണ്ട് 28ഓളം വരുന്ന ഗ്രാമപഞ്ചായത്തുകളുണ്ട്. ഈ 28 ഗ്രാമപഞ്ചായത്തുകളുടെ സഹകരണത്തോടു കൂടിയാണ് ഈ കഴിഞ്ഞ ഒരു 2 മാസത്തിന് മുമ്പ് ഈ പ്രവർത്തനങ്ങൾ തുടങ്ങി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഗവൺമെൻറ് ഈ കാര്യത്തിൽ വേമ്പനാടിൻ്റെ പുനരുജ്ജീവനത്തിന് വേണ്ടിയുള്ള, അതോടൊപ്പം തന്നെ വേമ്പനാടിൻ്റെ പരിസര പ്രദേശത്ത് താമസിക്കുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു വലിയ പദ്ധതിക്ക് സർക്കാർ രൂപം കൊടുക്കാൻ പോകുന്നുവെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. സമിതി അംഗമായ NK അക്ബറും കളക്ടറേറ്റിൽ ചേർന്ന സിറ്റിംഗിൽ പങ്കെടുത്തു. തീരദേശ പരിപാലന നിയമവുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ നേരിടുന്ന പ്രശ്നങ്ങളിൽ വേഗത്തിൽ പരിഹാരം കാണുന്നതിന് നിയമസഭാ സമിതി ഇടപെടൽ നടത്തുമെന്നും ചെയർമാൻ അറിയിച്ചു. തീരദേശ ഹൈവേ സ്ഥലമെടുപ്പ് എല്ലാവരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് മാത്രമേ നടപ്പാക്കൂ. ന്യായമായ നഷ്ടപരിഹാരം ഉറപ്പാക്കും. ബന്ധപ്പെട്ട രാഷ്ട്രീയ സംഘടനകൾ, ജനപ്രതിനിധികൾ, സാമുദായിക നേതാക്കൾ എന്നിവരോടൊക്കെ ചർച്ചകൾ നടത്തി അഭിപ്രായങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും. 2024 വരെയുള്ള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ആനുകൂല്യങ്ങളെല്ലാം കൊടുത്തു തീർത്തിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് റിട്ടയർമെന്റ് ആനുകൂല്യങ്ങൾ നൽകണമെന്ന ആവശ്യം ന്യായമാണെന്നും മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡും നിയമസഭാ സമിതിയും സർക്കാരിനോട് നിരന്തരം ആവശ്യപ്പെട്ടതിന്റെ ഫലമായി ഉദ്യോഗസ്ഥ തലത്തിൽ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ടെന്നും MLA പറഞ്ഞു. പീലിംഗ് തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള കൃത്യമായ ഇടപെടൽ സഭാസമിതി നടത്തും. ഇത് സംബന്ധിച്ച് പഠിക്കുന്ന സമിതിയിൽ ബന്ധപ്പെട്ട എല്ലാ സംഘടനകളെയും ഉൾപ്പെടുത്തുമെന്നും സമിതി 3 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും പി ചിത്തരഞ്ജൻ MLA അറിയിച്ചു. കാലാവസ്ഥാ വ്യതിയാനം മൂലവും തണ്ണീർമുക്ക് ബണ്ട് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്നാണ് സഭാസമിതിയുടെ കാഴ്ചപ്പാടെന്നും MLA പറഞ്ഞു. JB കോശി റിപ്പോർട്ട് എത്രയും വേഗം നടപ്പാക്കണമെന്ന ആവശ്യത്തോട് റിപ്പോർട്ട് സർക്കാരിന്റെ പരിഗണനയിലുള്ള വിഷയമാണെന്നും MLA പറഞ്ഞു. തീരദേശ ഹൈവേ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട നഷ്ടപരിഹാരമായി ചെറിയ തുകയെ ലഭിക്കൂ എന്ന ആശങ്ക വസ്തുതാപരമല്ലെന്ന് നിയമസഭാ സമിതി അംഗവും MLAയുമായ NK അക്ബർ പറഞ്ഞു. വലിയഴിക്കൽ, തോട്ടപ്പള്ളി ഹാർബറുകളിലേക്ക് മത്സ്യബന്ധനയാനങ്ങൾക്ക് പ്രവേശിക്കാനുള്ള സൗകര്യമൊരുക്കൽ, വനാമി ചെമ്മീൻ കൃഷി, കടലവകാശ നിയമം നടപ്പാക്കൽ തുടങ്ങിയ വിഷയങ്ങളും ചർച്ചയ്ക്ക് വന്നു. സിറ്റിംഗിൽ അനൂപ് ജേക്കബ് MLA ഓൺലൈനായി പങ്കെടുത്തു. ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ രമേശ് ശശിധരൻ, ഫിഷർമാൻ വെൽഫെയർ കമ്മിറ്റി സെക്ഷൻ ഓഫീസർ ജ്യോതിലാൽ, വിവിധ മത്സ്യത്തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് സമിതി ഉൾനാടൻ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട മേഖലകളിൽ സന്ദർശനവും നടത്തി. CDNet ന്യൂസ്, കായംകുളം.